ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലേണിംഗ്. ഇറ്റ്സ് മീ അനസ് സാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. യെസ് മക്കളെ, നമ്മുടെ ആണെങ്കിൽ ഈ പറഞ്ഞ പരീക്ഷയ്ക്കാണെങ്കിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് രണ്ട് ടോപ്പിക്സ് ആണ് ലിസ്റ്റും ടേബിളും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ എന്തായാലും ഈ രണ്ട് സെക്ഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിരിക്കും. മാക്സിമം ഒരു 10 മാർക്കിനെങ്കിലും, 10 സോറി ഒരു 8 മാർക്കിന്, ഒരു 7 മാർക്കിനെങ്കിലും വരുന്ന ഒരു സെക്ഷൻ തന്നെയാണ് നമ്മൾ എന്ത് ഈ പറഞ്ഞ ലിസ്റ്റും ടേബിളും. കാരണം ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ഇത് രണ്ടുമാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ടേബിൾസ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരാം എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നതാണ് ആട്രിബ്യൂട്ട്സ് ഓഫ് ടേബിൾ ടാഗ്. ആട്രിബ്യൂട്ട്സ് ഓഫ് ടേബിൾ ടാഗ് മക്കളെ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ബോർഡർ അല്ലെ. ബോർഡറിന് തിക്നെസ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആട്രിബ്യൂട്ട് നമുക്ക് എന്താ? ബോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ബോർഡർ കളർ. എന്താണ് ബോർഡർ കളർ എന്ന് പറഞ്ഞാൽ? നമ്മൾ ബോർഡർ കൊടുക്കുന്നു, ആ ബോർഡറിന് ഒരു കളർ കൊടുക്കുന്നത് നമുക്ക് എന്താ? ബോർഡർ കളർ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് അലൈൻ ആട്രിബ്യൂട്ട്, ലെഫ്റ്റ് റൈറ്റ് സെന്റർ അലൈൻമെന്റ് കൊടുക്കുന്നത് നമുക്ക് എന്താ? അലൈൻ ആട്രിബ്യൂട്ട്. ദെൻ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ ഉപയോഗിക്കുന്നത് BG കളർ. നെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കാൻ ഉപയോഗിക്കുന്നത് നമുക്ക് എന്താ? ബാക്ക്ഗ്രൗണ്ട് ആട്രിബ്യൂട്ട്. ദെൻ സെൽ സ്പേസിംഗ്, നമ്മുടെ ഈ പറഞ്ഞ സ്പേസ് ബിറ്റ്വീൻ സെൽസ്, രണ്ട് സെൽസിനിടയ്ക്കാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ രണ്ട് സെൽസിനിടയ്ക്ക് സ്പേസ് കൊടുക്കുന്ന നമുക്ക് എന്ത്? സെൽ സ്പേസിങ്. സെൽ പാഡിംഗ് എന്ന് പറഞ്ഞാൽ കണ്ടന്റിന്റെയും സെൽ ബോർഡറിന്റെയും ഇടയ്ക്കാണെങ്കിൽ സ്പേസ് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പൊ ഇവിടെ നിന്നാണെങ്കിൽ വേറെ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സെൽ സ്പേസിങ്ങും സെൽ പാഡിംഗും ഡിഫറൻസ് ചോദിക്കാം. അപ്പൊ ആട്രിബ്യൂട്ട്സ് ഓഫ് ടേബിൾ ടാഗ് ചോദിക്കും. വേണമെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സെൽ സ്പേസിങ് സെൽ പാഡിംഗ് ഡിഫറൻസ് എന്താ മക്കളെ? ആ രണ്ട് മാർക്ക് ചോദിക്കാം. അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. വേറെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇന്നത്തെ ഏറ്റവും വളരെ ഒരു ആട്രിബ്യൂട്ട് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ഒന്നും അല്ല, ഒരു ആട്രിബ്യൂട്ട് ആണ് ഫ്രെയിം ആട്രിബ്യൂട്ട്. ചോദിക്കാറുണ്ട് ഫ്രെയിം ആട്രിബ്യൂട്ട്. ഫ്രെയിം ഈസ് ആൻ ആട്രിബ്യൂട്ട് ഓഫ് വിച്ച് ടാഗ്? ഡാഷ് ടാഗ്. ഏത് ടാഗിന്റെ ഒരു ആട്രിബ്യൂട്ട് ആണ് ഫ്രെയിം ആട്രിബ്യൂട്ടുകളെ? ഫ്രെയിം ടാഗ് ഉണ്ട്, അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. ഫ്രെയിം ടാഗ് ഉണ്ട് സാറേ, അപ്പൊ ഫ്രെയിം ടാഗ് ഈസ് ആൻ empty ടാഗ് എന്ന് എഴുതി വെച്ചാൽ മതിയോ? പറ്റത്തില്ല. ഫ്രെയിം ആട്രിബ്യൂട്ട്സ് ഫ്രെയിം എന്താ എവിടുത്തെ ആട്രിബ്യൂട്ട്? നമ്മളെ ടേബിൾ ടാഗിന്റെ ഒരു ആട്രിബ്യൂട്ട് ആണ്. മിസ്സാക്കല്ല കേട്ടോ, ഈ ഒരു കാര്യം മിസ്സാക്കല്ല കേട്ടോ. അത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ്, പിന്നെ എങ്ങോട്ട് വരേണ്ടത്? പിന്നെ നമുക്ക് വരേണ്ടതെന്ന് പറഞ്ഞാല് ടേബിൾ ക്രിയേഷനിലോട്ടാണ് ഇനി വരേണ്ടത് അല്ലേ. അപ്പം ആദ്യം ഒരു സിമ്പിൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ചോദിക്കുമായിരിക്കാം. സിമ്പിൾ ടേബിൾ സാധാ അതേപോലെ സിമ്പിൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ചോദിക്കാം. ഇവിടെ വെക്കാം റോൾ നമ്പർ, നെയിം, 1 ആലിയ, 2 അരുൺ. ഇതേപോലെ ടേബിൾ വന്നിട്ട് ചോദിക്കും, ഇത് ക്രിയേറ്റ് ചെയ്യാൻ ചോദിക്കും. നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ആദ്യമായിട്ട് വെക്കാം HTML കൊടുത്തു, ഹെഡ് കൊടുത്തു, ടൈറ്റിൽ കൊടുത്തു, താഴെ വേണമെങ്കിൽ കൊടുക്കാം, നേരെ കൊടുക്കാം. ദെൻ ടൈറ്റിൽ ഇഷ്ടമുള്ള കൊടുത്തു, ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു. ദെൻ ടേബിളിന് ബോർഡർ തിക്നെസ് വേണമെങ്കിൽ കൊടുക്കാതിരിക്കുകയാണ്. തിക്നെസ് കൊടുത്തു, സാറ് കൊടുത്തു. എന്നിട്ട് ഫസ്റ്റ് റോ, എപ്പോഴും റോ വൈസ് ആയിരിക്കണം ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആദ്യമായിട്ട് TR ടാഗ് സാർ ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് നോക്കാം, ഫസ്റ്റ് റോയിൽ എന്തൊക്കെയാണുള്ളത്? 1 ആലിയ അല്ല, ഫസ്റ്റ് റോയിൽ എന്താണ് മക്കളെ? റോൾ നമ്പറും നെയിം അല്ലെ. റോൾ നമ്പറും നെയിം ആണ് അല്ലെ. റോൾ നമ്പറും നെയിമും ആണ്. സാർ എന്ത് കൊടുത്തു? TR ടാഗ് ഓപ്പൺ ചെയ്തു, TH കൊടുത്തു, റോൾ നമ്പർ കൊടുത്തു, TH ക്ലോസ് ചെയ്തു. ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് മക്കളെ ഹെഡിങ് ആണ്. ഹെഡിങ് ക്രിയേറ്റ് ചെയ്യുന്ന ടാഗ് എന്താ മക്കളെ? TH ടാഗ്. ഓക്കെ, ദെൻ അടുത്ത് നോക്കാം. നെയിം ഉണ്ട്. നെയിം കൊടുക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് എന്താ മക്കളെ? TH ടാഗ് ആണ്. TH ടാഗ് ക്ലോസ് ചെയ്തു. ദെൻ TR ടാഗ് ക്ലോസ് ചെയ്തു. ക്ലിയർ? യെസ്. നെക്സ്റ്റ് അടുത്ത് നോക്കാം. അടുത്ത റോ ഓപ്പൺ ചെയ്തിട്ട് അടുത്ത് നോക്കാം. യെസ്, ഫസ്റ്റ് നോക്കാം 1 ആലിയ. 1ഉം ആലിയായും എന്താണ്? 1 ആലിയ എന്ന് പറഞ്ഞ നമുക്ക് എന്താണ്? 1 ആലിയ എന്ന് പറഞ്ഞാല് TD ഓപ്പൺ ചെയ്തു, 1 കൊടുത്തു, TD ക്ലോസ് ചെയ്തു. TD ഓപ്പൺ ചെയ്ത് ആലി കൊടുത്ത് TD ക്ലോസ് ചെയ്തു. ദെൻ TR ടാഗ് ക്ലോസ് ചെയ്തു. അപ്പൊ എന്താ മക്കളെ? അവിടെ ആണെങ്കിൽ അവിടെ ആ റോ കംപ്ലീറ്റ് ആയല്ലോ, ആ റോ ക്ലോസ് ചെയ്തു. എന്നിട്ട് അടുത്ത റോ ഓപ്പൺ ചെയ്തു. അടുത്ത റോ എന്താ മക്കളെ? 2 അരുൺ. എപ്പോഴും റോ വൈസ് നമുക്ക് കണ്ടന്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. റോ വൈസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ക്ലിയർ? യെസ്. അപ്പൊ 2 അരുൺ. അപ്പൊ TR ടാഗ് ഓപ്പൺ ചെയ്ത് 2 കൊടുത്തു, അരുൺ കൊടുത്തു. കുഴപ്പമില്ല. TR ടാഗ് ക്ലോസ് ചെയ്തു, ടേബിൾ ടാഗ് ക്ലോസ് ചെയ്ത്, ബോഡി ടാഗ് ക്ലോസ് ചെയ്തു, HTML ടാഗ് ക്ലോസ് ചെയ്ത്. ക്ലിയർ? റെഡിയാണോ മക്കളെ? യെസ്. നെക്സ്റ്റ് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. കോൾ സ്പാൻ, റോ സ്പാൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ടേബിളിന്റെ നമുക്ക് നോക്കാം. റോ സ്പാൻ, കോൾ സ്പാൻ നമുക്ക് നോക്കാം. ഇവിടെ നമ്പർ ഓഫ് രജിസ്റ്റേർഡ് സ്റ്റുഡൻസ് അല്ലെ. നമ്പർ ഓഫ് രജിസ്റ്റേർഡ് സ്റ്റുഡൻസ് ആണെങ്കിൽ 3 കോളത്തിലായിട്ട് കിടക്കുവാണ് അല്ലെ. 3 കോളത്തിലായിട്ട് കിടക്കുകയാണ്. 3 കോളത്തിലായിട്ട് കിടക്കണം. അപ്പൊ 1, 2, 3 കോളത്തിൽ കിടക്കുകയാണ്. ഈ പറഞ്ഞ ഇയർ 2 റോസിൽ കിടക്കുകയാണ്. അല്ലെ. ഇവിടെ വെക്കാം. ആദ്യമായിട്ട് നോക്കാം. HTML ഹെഡ് ടൈറ്റിൽ കൊടുത്ത്, ടൈറ്റിൽ ക്ലോസ് ചെയ്ത്, ഹെഡ് ക്ലോസ് ചെയ്ത്, ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു,
ടേബിൾ ബോർഡർ ഇസിക്കൽറ്റി 1, സെൽ സ്പേസിംഗ് ഇസിക്കൽറ്റി 3, സെൽഫ് പാഡിംഗ് ഇസിക്കൽറ്റി 5. അതൊന്നും എല്ലാം കൊടുത്തേക്കാണ്. അതൊന്നും അല്ല ഇപ്പൊ ഇവിടുത്തെ ഇമ്പോർട്ടന്റ് കേട്ടോ. എന്നിട്ട് ആദ്യമായിട്ട് ഫസ്റ്റ് റോ സാർ ഓപ്പൺ ചെയ്തു. എന്നിട്ട് നോക്കാം ഫസ്റ്റ് റോയിൽ കിടക്കുന്ന എന്താണ് മക്കളെ? ഹെഡിങ് ആണ് അല്ലെ. ഹെഡിങ്ങിന് കൊടുക്കുന്ന ടാഗ് എന്താണ്? TH ടാഗ് ആണ്. കുഴപ്പമില്ല. എന്നിട്ട് നോക്കാം ഈ ഹെഡിങ് എത്ര കോളത്തിലായിട്ട് അവിടെ കിടക്കുന്നത്. നമുക്ക് ഈ നമ്പർ ഓഫ് രജിസ്റ്റേർഡ് സ്റ്റുഡൻസ് എത്ര കോളത്തിൽ കിടക്കുകയാണ്? 1, 2, 3 കോളത്തിൽ കിടക്കുന്നില്ലയോ? അപ്പൊ അവിടെ എന്താ? അവിടെ കോൾസ്പാൻ ഇസിക്കൽ 3 ആകും. എന്നിട്ട് എന്തോടെ ഹെഡിങ് കൊടുത്തു, TH ക്ലോസ് ചെയ്തു, TR ക്ലോസ് ചെയ്തു. ആ റോ കംപ്ലീറ്റ് ആയല്ലോ. സോ TR ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് അടുത്ത് നോക്കാം ഇയർ. അടുത്ത റോ ഓപ്പൺ ചെയ്തു. TH ഈ പറഞ്ഞ ഇയർ എത്ര റോസിൽ കിടക്കാം? 2 റോസിലാണ്. 1, 2 റോസിലാണ്. അപ്പൊ എന്താണ്? റോസ്പാൻ ഇസിക്കൽ 2, ഇയർ കൊടുത്തു, TH ടാഗ് ക്ലോസ് ചെയ്തു. പരിപാടി ഇല്ലടാ, പരിപാടി. ഓക്കെ, ദെൻ ആ റോ കംപ്ലീറ്റ് ആയോ? ഇല്ല, ആ റോ കംപ്ലീറ്റ് ആയിട്ടില്ല. എന്നിട്ട് അവിടുത്തെ 2014 75 സെയിം റോയിൽ തന്നെയാണ്. അപ്പം കൊടുക്കാൻ TD കൊടുത്തു. 2014 കൊടുത്ത് TD ക്ലോസ് ചെയ്തു. TD കൊടുത്തു 75 കൊടുത്ത് TD ക്ലോസ് ചെയ്തു. ആ റോ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് അടുത്ത റോ നോക്കാം. TR ഓപ്പൺ ചെയ്ത് TD കൊടുത്ത് 2015 കൊടുത്ത് TD ക്ലോസ് ചെയ്തു. TD കൊടുത്ത് 88 TD ക്ലോസ് ചെയ്തു. TR ടാഗ് ക്ലോസ് ചെയ്തു. ടേബിൾ ടാഗ് ക്ലോസ് ചെയ്തു. ബോഡി ക്ലോസ് ചെയ്ത് HTML ക്ലോസ് ചെയ്തു. പരിപാടി ഇല്ലോടാ, പരിപാടി. ഓക്കെ, സെറ്റിൽ ഇടാ. ഓക്കെ, ഈ 2 രീതി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ നമ്മുടെ ഏറ്റവും ഓർഡർ ഇമ്പോർട്ടന്റ് ലിസ്റ്റുകൾ എന്ന് പറയുന്നത്. ലിസ്റ്റുകൾ മക്കളെ എത്ര ടൈപ്സ് ഉണ്ട്? 3 ടൈപ്സ് ഉണ്ട്. അൺഓർഡേഡ് ലിസ്റ്റ്, ഓർഡേഡ് ലിസ്റ്റ്, ഡെഫിനിറ്റ് ലിസ്റ്റ്. അൺഓർഡേഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ മക്കളാണ് ഇതിന്റെ മറ്റൊരു പേര് ബുള്ളറ്റ് ലിസ്റ്റ് എന്ന് വിളിക്കുന്നതാണ്. ബുള്ളറ്റ് ലിസ്റ്റ് എന്ന് വിളിക്കാറുണ്ട്. അതായത് ലിസ്റ്റിന് ഫ്രണ്ടിലായിട്ടാണെങ്കിൽ ബുള്ളറ്റ് പോലത്തുള്ള ഗ്രാഫിക്കൽ സിമ്പിൾസ് ആയിരിക്കും കൊടുത്തേക്കുന്നത് അല്ലെ. യെസ്, റെപ്രസെന്റ് ചെയ്തത് അത് ഏത് ടാഗിനുള്ളിലായിരിക്കും മക്കളെ? UL ടാഗ് ഓപ്പണിംഗിന്റെയും UL ടാഗ് ക്ലോസിംഗിന്റെ ഇടയ്ക്കായിരിക്കും ബുള്ളറ്റ് ലിസ്റ്റ് കൊടുക്കേണ്ടത് അല്ലെ. യെസ്, അവിടെ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ എങ്ങനെ LA ടാഗ് ഓപ്പണിംഗ് LA ടാഗ് ക്ലോസിംഗിന്റെ ഇടയ്ക്കായിരിക്കും. ഓക്കെ, ഇവിടെ വെക്കാം UL ടൈപ്പ് ഇസ് ഈക്വൽ ടു വാല്യൂ. ഇങ്ങനെ ആയിരിക്കണം അതിന്റെ സിന്റാക്സ് കൊടുക്കേണ്ടത്. ഒരു എക്സാമ്പിൾ സാറ് പറയുകയാണ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ അൺഓർഡർ ലിസ്റ്റിന്റെ ഒരു ആട്രിബ്യൂട്ട് ആണ് ടൈപ്പ് ആട്രിബ്യൂട്ട്. ടൈപ്പ് ആട്രിബ്യൂട്ടിന്റെ വാല്യൂസ് ആയിരിക്കും നമ്മളെ ഡിസ്ക് ഉണ്ട്, സ്ക്വയർ ഉണ്ട്, സർക്കിൾ ഉണ്ട്. ഡിസ്ക് ഉണ്ട്, സ്ക്വയർ ഉണ്ട്, സർക്കിൾ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് അതിന്റെ ഒരു പ്രോഗ്രാം നോക്കാം. നമുക്ക് ഇതൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. എന്ത് ചെയ്യണം മക്കളെ? ആദ്യമായിട്ട് UL ടാഗ് സാർ ഓപ്പൺ ചെയ്തു. നമ്മൾ ചെയ്തിട്ടുള്ള കേട്ടോ. UL ടാഗ് ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് ലിസ്റ്റ് ഓഫ് ഐറ്റം റാം ആണ് അല്ലെ. ഫസ്റ്റ് ലിസ്റ്റ് ഓഫ് ഐറ്റം റാം കൊടുത്തു. ദെൻ LA ടാഗ് ഓപ്പൺ ഹാർഡ് ഡിസ്ക് കൊടുത്തു. അടുത്ത ലിസ്റ്റ് ഓഫ് ഐറ്റം ഹാർഡ് ഡിസ്ക് ആണ്. LA ടാഗ് കൊടുത്തു. അടുത്ത മദർ ബോർഡ് LA ടാഗ് കൊടുത്തു. ദെൻ UL ടാഗ് ക്ലോസ് ചെയ്തു. പരിപാടി അല്ലേ. നെക്സ്റ്റ് എടുത്ത് നോക്കാം. എന്താണ് മക്കളെ ഓർഡേഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാല്? നമുക്ക് ന്യൂമറിക്കൽ ഓർഡറിലോ ആൽഫബറ്റിക്കൽ ഓർഡറിലോ ആണെങ്കിൽ ഐറ്റംസ് റെപ്രസെന്റ് ചെയ്യുന്ന ഓർഡേഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് ടാഗിനുള്ളിലായിരിക്കും? OL ടാഗ് ഓപ്പണിംഗിന്റെയും ക്ലോസിംഗിന്റെ ഇടയ്ക്കായിരിക്കും. ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആണെങ്കിൽ LA ടാഗ് ഓപ്പണിംഗിന്റെയും ക്ലോസിംഗിന്റെ ഇടയ്ക്കായിരിക്കും അല്ലെ. ഇവിടെ വെക്കാം. അതിന്റെ മെയിൻ ആട്രിബ്യൂട്ട്സ് മക്കളെ ടൈപ്പും സ്റ്റാർട്ടുമാണ്. ടൈപ്പ് ആട്രിബ്യൂട്ടിന്റെ വാല്യൂസ് എന്തൊക്കെ മക്കളെ? 1 1 1 1 A 1 Y കേട്ടോ. ഇതാണ് ടൈപ്പ് ആട്രിബ്യൂട്ടിന്റെ വാല്യൂസ് കേട്ടോ. സ്റ്റാർട്ട് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ബിഗിനിങ് വാല്യൂനെ ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ആട്രിബ്യൂട്ട് സ്റ്റാർട്ട് ആട്രിബ്യൂട്ട്. മറക്കല്ലേ കേട്ടോ. ഇവിടെ വെക്കാം. 5 രജിസ്റ്റർ, 6 ക്യാഷ്, 7 റാം, ദെൻ ഹാർഡ് ഡിസ്ക് അല്ലേ. അപ്പൊ 5 എന്ന് പറയുന്നത് നമുക്ക് ബിഗിനിങ് വാല്യൂ 5 ആണ്. ബിഗിനിങ് വാല്യൂ 1 തൊട്ടാണ് സാറിന് വരുന്നത് അല്ലേ. ബിഗിനിങ് വാല്യൂ ചേഞ്ച് ചെയ്യണം. എന്താണ്? ഓൾ ടൈപ്പ് ഇസിക്കൽ ടു 1 കൊടുത്തു. ഇത് ഏതാണ്? റോമൻ ലെറ്റേഴ്സ് ആണ്. അപ്പൊ ടൈപ്പ് ഇസിക്കൽ ടു I കൊടുത്തു കേട്ടോ. അപ്പൊ 1 2 3 എങ്ങനെ വരും? സ്റ്റാർട്ട് ഇസിക്കൽ ടു 5, 5 മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഇതിന് അടുത്ത് നോക്കാം. ഫസ്റ്റ് രജിസ്റ്റർ കൊടുത്തു, ക്യാഷ് കൊടുത്തു, റാം കൊടുത്തു, ഹാർഡ് ഡിസ്ക് കൊടുത്തു. LA ടാഗ് ക്ലോസ് ചെയ്ത് UL ടാഗ് ക്ലോസ് ചെയ്തു. പരിപാടി കഴിഞ്ഞു അല്ലേ. നെക്സ്റ്റ് ഡെഫിനിഷ്യൽ ലിസ്റ്റ്. ടാഗ് വേർ DLന്റെയും ക്ലോസിംഗിന്റെ ഇടയ്ക്ക് ഉപയോഗിക്കുന്ന ഡെഫിനിഷ്യൽ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെഡ് ടൈറ്റിൽ കൊടുക്കാൻ ഉപയോഗിക്കുന്നത് നമ്മളെ DT ടാഗ് ആയിരിക്കും. ഡെഫിനിഷൻ കൊടുക്കാൻ ഉപയോഗിക്കുന്ന DD ടാഗ് ആയിരിക്കും. മറക്കല്ലേ കേട്ടോ. യെസ്. ഓക്കെ, ഇവിടെ നമുക്കാണെങ്കിൽ എങ്ങനെ കൊടുക്കാം? DL ടാഗ് ഓപ്പൺ ചെയ്തു, ടൈറ്റിൽ കൊടുക്കാം. ഇവിടെ ഫോർ എക്സാമ്പിൾ വെക്കാം. ഇത് സ്പാം ആണ് ഇവിടുത്തെ ടൈറ്റിൽ. അതിന്റെ ഡെഫിനിഷൻ ഇതാണ്. എങ്ങനെ കൊടുക്കാം മക്കളെ? DL ടാഗ് ഓപ്പൺ ചെയ്തു, DT കൊടുത്തു, സ്പാം കൊടുത്ത് DT ക്ലോസ് ചെയ്തു. ദെൻ DD കൊടുത്തു, ഡെഫിനിഷൻസ് എല്ലാം കൊടുത്ത് DD ക്ലോസ് ചെയ്തു. അടുത്ത ടൈറ്റിൽ കൊടുക്കാൻ എന്ത് ചെയ്യടാ? വീണ്ടും DT ഓപ്പൺ ചെയ്തു, ഫിഷിംഗ് കൊടുത്തു, ടൈറ്റിൽ ക്ലോസ് ചെയ്തു. DD ഓപ്പൺ ചെയ്തു, DD ഫിഷിംഗിന്റെ ഡെഫിനിഷൻ എല്ലാം കൊടുത്തു, DD ക്ലോസ് ചെയ്തു. ദെൻ DL ടാഗ് ക്ലോസ് ചെയ്ത് ബോഡി ക്ലോസ് ചെയ്തു. പരിപാടി ചെയ്യാനുള്ള. യെസ്. അപ്പൊ ഈ 2 സെറ്റ് ക്വസ്റ്റ്യൻസ് എന്താ മക്കളെ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. നല്ല രീതിയിൽ വെയിറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. 2 ക്വസ്റ്റ്യൻസ് ഇവിടെ വരാറുണ്ട്, നമ്മുടെ എക്സാമിന് വരാറുണ്ട്. സോ ഈ 2 ക്വസ്റ്റ്യൻസും ഈ 2 ടോപ്പിക്ക് നിങ്ങൾ പഠിക്കാതെ പോകില്ല കേട്ടോ. കാരണം ഈ 2 ടോപ്പിക്ക് പഠിക്കാൻ വലിയ നഷ്ടം തന്നെ ആയിരിക്കും. കാരണം
എപ്പോഴും പരീക്ഷയ്ക്ക് എടുത്ത് ചോദിക്കാനുള്ള ടോപ്പിക് തന്നെയാണ് മക്കളെ എന്ത് ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. കാരണം ഈ പ്രോഗ്രാം ചെയ്ത് പഠിച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് തന്നെയാണ് ഏറ്റവും കേട്ടോ. പിന്നെ HTML പ്രോഗ്രാംസ് ചെയ്ത് പഠിക്കാന്ന് പോകല്ലേ, HTML പ്രോഗ്രാം മസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ. മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് HTML പ്രോഗ്രാംസ് കേട്ടോ. ഒരിക്കലും ഈ പറഞ്ഞ പ്രോഗ്രാംസുകളൊന്നും മിസ്സാക്കല്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. പിന്നെ എല്ലാവരും സൂപ്പർ സിസ്റ്റിൽ പങ്കെടുക്കുക. വളരെ ഷുവർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.